വളരെ സാധാരണയായി കേൾക്കുന്നൊരു വാക്കാണല്ലോ സയാറ്റിക്ക. അപ്പോൾ എന്താണ് സയാറ്റിക്ക? എന്താണ് അതിൻ്റെ രോഗകാരണങ്ങൾ? എന്താണ് അതിൻ്റെ ലക്ഷണങ്ങൾ? എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്? ഇതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഷഹീർ റംസ, കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷണൽ പെയിൻ ഫിസിഷ്യൻ ആൻഡ് ഇൻറ്റൻസിവിസ്റ്റ്, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഞരമ്പായ സയാറ്റിക് നെർവിനുണ്ടാക്കുന്ന വേദനക്കാണ് നമ്മൾ സയാറ്റിക്ക എന്ന് വിളിക്കുന്നത്. ഈ സയാറ്റിക്ക ഉണ്ടാക്കുന്ന പ്രധാന കാരണങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി ഹെർണിയേറ്റഡ് ഡിസ്ക്. ഹെർണിയേറ്റഡ് ഡിസ്ക് അഥവാ ഡിസ്ക് പുറകോട്ട് തള്ളി വരൽ. ഓരോ ഡിസ്കിൻ്റെ പുറകു വശത്തായിട്ട് 2 നാഡികളുണ്ടാവും, 2 വശത്തോട്ടായിട്ട്. അപ്പോൾ ഏത് വശത്തേക്കാണോ ഈ ഡിസ്ക് തള്ളി വരുന്നത് ആ വശത്തോട്ട് നാഡിക്ക് വരുന്ന കംപ്രഷൻ മൂലം ആ കാലിലേക്ക് വേദന അനുഭവപ്പെടുന്നതാണ്. ഇതാണ് ഹെർണിയേറ്റഡ് ഡിസ്ക്. അടുത്തതായിട്ട് ലംബാർ കനാൽ സ്റ്റെനോസിസ്. ലംബാർ കനാൽ സ്റ്റെനോസിസ് എന്ന് വെച്ചാൽ ഞരമ്പ് നിൽക്കുന്ന ഭാഗത്തുള്ള സ്പേസ് കുറയുന്നതാണ്. അപ്പോൾ ഈ സ്പേസ് കുറയുന്ന മുറക്ക് ഏത് ഭാഗത്തേക്കാണോ ഞരമ്പ് പോകുന്നത് ആ ഭാഗത്തേക്ക് വേദന അനുഭവപ്പെടുന്നതാണ്. ഇപ്പോൾ ഈ ലംബാർ കനാൽ സ്റ്റെനോസിസ് അധികമായി കാണപ്പെടുന്നത് പ്രായം ചെന്ന ആളുകളിലാണ്. വളരെ റെയറായിട്ടാണ് ഇത് ചെറുപ്പക്കാരിൽ കാണപ്പെടുന്നുള്ളൂ. പിന്നെയുള്ളതാണ് സ്പോണ്ടൈലോലിസ്തസിസ്. സ്പോണ്ടൈലോലിസ്തസിസ് എന്ന് വെച്ചാൽ നമ്മളെ ഡിസ്ക് തെറ്റുന്ന പോലെ തന്നെ എല്ല് തെറ്റുന്ന കണ്ടീഷനാണ് സ്പോണ്ടൈലോലിസ്തസിസ്. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ഒന്നുകിൽ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ വല്ല ട്രോമ അല്ലെങ്കിൽ വീഴ്ച എന്നിവ മൂലമാണ് ആ എല്ലിന് ഫ്രാക്ചർ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള ഏക ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ സർജറി മാത്രമേ ഉള്ളൂ. അടുത്തതായിട്ട് പൈരിഫോമിസ് സിൻഡ്രോം. നമ്മുടെ ബട്ടക്സിൻ്റെ ഭാഗത്തായിട്ട് പൈരിഫോമിസ് എന്നൊരു മസിലുണ്ട്. ഈ പൈരിഫോമിസ് മസിലിൻ്റെ അടിയിലൂടെയാണ് സയാറ്റിക് നെർവ് പുറത്തേക്ക് കടക്കുന്നത്. അപ്പോൾ ഈ മസിലിൽ വരുന്ന പ്രശ്നം കാരണം അവിടെ വേദനയോ തരിപ്പും അനുഭവപ്പെടാവുന്നതാണ്. ഇതാണ് പൈരിഫോമിസ് സിൻഡ്രോം. ഇനി നമുക്ക് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാം. ആദ്യമായിട്ട് ഈ ഹെർണിയേറ്റഡ് ഡിസ്കിന് ട്രീറ്റ്മെൻറ്റ്. 90% ആളുകളിലും ഈ ഹെർണിയേറ്റഡ് ഡിസ്ക് മൂലമുള്ള വേദന 6 ആഴ്ച മുതൽ 3 മാസത്തിനുള്ളിൽ റെസ്റ്റ് എടുത്ത് പ്രോപ്പറായിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് എടുത്ത് അതിൻ്റെ കൂടെ ഫിസിയോതെറാപ്പി കൂടി ചെയ്യുകയാണെങ്കിൽ ഇത് പൂർണ്ണമായി മാറാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ മാറാത്ത കണ്ടീഷൻസിന് മാത്രമേ നമ്മൾ ഫർദർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. അടുത്തതായിട്ട് ഫ്ലൂറോസ്കോപ്പിക് റൂട്ട് ബ്ലോക്ക്. എക്സ്റേയുടെ സഹായത്തോടെ ഏത് ഞരമ്പാണോ വേദന അനുഭവപ്പെടുന്നത് അവിടെ നമുക്ക് തരിപ്പിക്കുന്ന മരുന്നിൻ്റെ കൂടെ തന്നെ സ്റ്റിറോയിഡും കൂടി ആഡ് ചെയ്ത് നമുക്കവിടെ ഇഞ്ചക്ഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന മുറക്ക് അവിടെ ഇൻഫ്ലമേഷൻ കുറയുന്നതോടെ തന്നെ പെയിനും കുറയുന്നതായിരിക്കും. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഫിസിയോതെറാപ്പിയും ബാക്ക് എക്സസൈസും ചെയ്ത് നമുക്ക് ആ മസിലിൻ്റെ സ്ട്രെങ്ത്ത് വീണ്ടെടുക്കാൻ കഴിയും. അടുത്തതായിട്ട് ഓസോൺ ന്യൂക്ലിയലൈസിസ്. അപ്പോൾ നമ്മുടെ ഡിസ്ക് ബൾജിനാണ് ഇത് അധികം ഉപകാരപ്പെടുക. അപ്പോൾ ഈ ഓസോൺ ന്യൂക്ലിയലൈസ് എന്ന് വെച്ചാൽ നമ്മൾ ഓസോൺ ഗ്യാസ് ഡിസ്കിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന രീതിയാണത്. ഫ്ലൂറോസ്കോപ്പിക് ഗൈഡൻസ് വഴിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന മുറക്ക് ഈ ഓസോൺ ഗ്യാസ് അവിടുത്തെ വെള്ളം വലിച്ചെടുക്കുന്നതായിരിക്കും. ഈ വലിച്ചെടുക്കുന്ന മുറക്ക് ഡിസ്ക് ചുരുങ്ങുന്നതും അവിടുത്തെ ആ സ്പേസ് കുറഞ്ഞ് ആ ഞരമ്പിലേട്ടുള്ള ആ പ്രഷർ കുറയുകയും അതുമൂലം വേദന കുറയുന്നതായിരിക്കും. മുകളിൽ പറഞ്ഞ രീതിയിലൂടെ ഒന്നും നമുക്ക് വേദന കുറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് സർജറിയെക്കുറിച്ച് ചിന്തിക്കാം. സർജറിയിൽ തന്നെ ഏറ്റവും റിസ്ക് കുറഞ്ഞ രീതിയാണ് എൻഡോസ്കോപ്പിക് ഡിസ്കെക്ടമി. ചെറിയ ഇൻസിഷനിലൂടെ നമ്മൾ എൻഡോസ്കോപ്പ് വഴി ഫൊറാമൻ തള്ളിയിരിക്കുന്ന ഭാഗം മാത്രം കട്ട് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് എൻഡോസ്കോപ്പിക് ഡിസ്കെക്ടമി. അടുത്തതായിട്ട് ഓപ്പൺ സർജറിയാണ്. മുകളിൽ പറഞ്ഞ രീതികളിലൊന്നും വേദന നിൽക്കുന്നില്ലെങ്കിൽ മിനിമം 6 ആഴ്ചയെങ്കിലും കാത്തിരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഓപ്പൺ സർജറിയെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. അപ്പോൾ ബാക്ക് പെയിൻ സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.